കളി ജയിച്ച പോഡ്കാസ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര ത്വര. അങ്ങനെ ഗണേശനും വന്നിട്ടുണ്ട്, സുദീപും വന്നിട്ടുണ്ട്, ഓബിനൻ വന്നിട്ടുണ്ട്. ഇന്റർ മിലാനെ അവരെ വീട്ടിൽ പോയി തോപ്പിച്ചു, സാൻ-സിറോ 0-1. പ്രശ്നങ്ങൾക്കിടയിലും പരാതികളും പരിഭവങ്ങൾക്കിടയിലും വിജയത്തിന്റെ എന്താ പറയാ വെന്നിക്കുടി പറിച്ചുകൊണ്ട് സൊബോസ്ലൈയുടെ നേതൃത്വത്തിൽ എന്നൊക്കെ പറയണമെന്ന് കുറെ നാളായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നു. അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്, ഈ വാക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇത്തവണ പോസിറ്റിവിറ്റി തന്നെ തുടങ്ങാം. നമ്മള് പറയാറുണ്ട്, നമ്മള് പോഡ്കാസ്റ്റ് തുടങ്ങിയതിനു ശേഷം നമ്മള് മിക്കവാറും മാച്ചുകളൊക്കെ തോറ്റ് അല്ലെങ്കിൽ ജയിക്കുന്ന മാച്ചുകൾ കുറവായിരുന്നു. നമുക്ക് അങ്ങനെ അധികം പറയാൻ പറ്റിയിട്ടില്ല ജയിച്ചതിനെ കുറിച്ചുള്ള പോഡ്കാസ്റ്റ്. കോമഡി എന്താ പറയുക, നമ്മള് ഇത്രയും മോശം റണ്ണില് നമ്മള് റയൽ മാഡ്രിഡിനെ തോപ്പിച്ചു, നമ്മൾ ആസ്നലിനെ തോപ്പിച്ചു, നമ്മൾ ഇന്റർ മിലാനെ തോപ്പിച്ചു. പറയുമ്പോ മറ്റേ കണ്ണി കണ്ടവർ പറഞ്ഞു തോറ്റു. അതും തോറ്റെന്ന് പറഞ്ഞാൽ വെറുതെ തോൽവിയായിരുന്നില്ലേ. കുറെ ഗോളൊക്കെ കഴിച്ച് CL കഴിഞ്ഞ മാച്ച് തോറ്റു. പക്ഷെ ഇപ്പോ ഞാൻ കഴിഞ്ഞ ദിവസം പ്രെഡിക്റ്റ് ചെയ്തത് കറക്റ്റ് 0-1 പ്രെഡിക്റ്റ് ചെയ്തു. അതുപോലെ അത് തന്നെയായിരുന്നു കറക്റ്റ് സ്കോർ ആയിരുന്നു. ആരും അങ്ങനെ പ്രതീക്ഷിച്ചില്ല. നമ്മുടെ ഡിഫൻസും ഒക്കെ പ്രശ്നമായിട്ടും നമ്മള് ആ ഒരു അൺബീറ്റൻ റൺ എന്ന് ഞാൻ പറഞ്ഞ അതിലേക്ക് ഇങ്ങനെ പോവാ. 4 മാച്ച് തോറ്റിട്ടില്ല, അതില് 2 എണ്ണം ജയിച്ചു. അപ്പൊ അങ്ങനെ ഇനി ഒരു പോസിറ്റീവ് ഒരു ഫീലിംഗ് ഉണ്ട്. നമ്മൾ അടുത്ത മാച്ച് വരുന്നു, അതിലേക്ക് പോവാണ്. സോ എനിവേ സാൻ-സിറോയില് അത്രയും ടഫായിട്ടുള്ള ഒരു പ്ലേസിൽ പോയിട്ട് അവിടെ ജയിക്കാൻ പറ്റുക എന്നുള്ളത് വലിയ ഒരു ക്രെഡിറ്റാണ്. അത് മാത്രമല്ല, ഇന്റർ മിലാൻ അങ്ങനെ ഇറ്റാലിയൻ ലീഗിൽ ഇപ്പൊ വളരെ മോശം ടീമൊന്നുമല്ല. അവരാ ഇറ്റാലിയൻ ലീഗ് ഇപ്പൊ നല്ല ടഫ് ഒരു ഇതാണ്. എല്ലാ ടീംസും നല്ല രീതിയിൽ കളിക്കുകയും ഒക്കെ. AC മിലാനായിട്ട് ഇപ്പൊ റീസെന്റ് അവര് ഇതുപോലെ സാൻ-സിറോയിൽ തോക്കുകയും ചെയ്തു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. നല്ല ടഫ് മാച്ച് ആയിരുന്നു, നമ്മൾ ജയിച്ചു. ഇത് നല്ല കോൺഫിഡൻസ് ബിൽഡ് ചെയ്യും, നമ്മുടെ ഫാൻസിന്റെ ഇടയിൽ നല്ല കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുമെന്ന് തോന്നുന്നു. എനിവേ അതാണ് എന്റെ ഒരു മാച്ചിന്റെ ഫസ്റ്റ് ഒരു ഫീലിംഗ്. നല്ല പോസിറ്റീവ് ഒരു മൂഡിലാണ്. എല്ലാരും പോസിറ്റീവ് മൂഡിലാണെന്ന് തോന്നുന്നു. ചില വേറെ പ്രശ്നങ്ങളുണ്ട്, പക്ഷെ അത് മാച്ചിന്റേതായിട്ട് ബാധിച്ചിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു. പോസിറ്റീവ് എന്ന് പറയാൻ മാത്രം ഇല്ല. ബട്ട് ഓക്കെ, വിൻ ഇസ് എ വിൻ. നമുക്ക് അത്യാവശ്യമാണ്. ഒരു കോൺഫിഡൻസ് മൊറാൽ ബൂസ്റ്റിംഗ് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നത് കൊണ്ട് എന്നൊക്കെ പറയാനുള്ള പെർഫോമൻസ്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ലിവർപൂൾ ഇസ് ബാക്ക് എന്നോ അല്ലെങ്കിൽ ദിസ് ഇസ് ഗോയിങ് ടു ബി ദ ടേൺ അറൗണ്ട് ഗെയിം എന്നൊന്നും തോന്നുന്നില്ല കണ്ടിട്ട്. ഈ കളിയിലും നമുക്ക് പല സമയത്തും പല സ്ഥലത്തും എന്തൊക്കെയോ ഒരു പാനിക് ഉണ്ടായിരുന്നു. ഐ മീൻ പ്ലേയേഴ്സിനുണ്ടോ ഇല്ലല്ല, നമുക്ക് അറ്റ്ലീസ്റ്റ് ഫോർ ഫാൻസ് ഇത് മുന്നോട്ട് പോകും തോന്നുന്നില്ല. ഇത് അധികം എന്താ പറയാ, ഇത് കളി നമ്മൾ ജയിക്കും തോന്നുന്നില്ല എന്നുള്ള ഒരു മൊമെന്റിലായിരുന്നു ഒരുവിധമല്ല ആ പെനാൽറ്റി വരുന്നവരെ. സോ നോട്ട് എ കൺവിൻസിങ് വിക്ടറി, ബട്ട് എ മച്ച് നീഡഡ് വൺ. നമുക്ക് അത്യാവശ്യമാണ് ഈ സമയത്ത് ഇത്. അതെ, അത് അത്യാവശ്യമായിട്ടുള്ള ഒരു വിജയം തന്നെയായിരുന്നു. ആക്ച്വലി നമ്മൾ ഹോമിൽ തോറ്റ് നിൽക്കുമ്പോൾ ഒരു എവേ ഗെയിമിൽ പോയിട്ട് ജയിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയൊരു കാര്യമാണ്. നമ്മൾ ആരും പ്രതീക്ഷിച്ച് കാണില്ല. എസ്പെഷ്യലി ഇന്റർ മിലാന്റെ പവർ പാക്ഡ് മിഡ്ഫീൽഡേഴ്സും ഒക്കെ കാണുമ്പോൾ നമ്മള് ഈ കെപ്റ്റ് ലോ പ്രൊഫൈൽ. മേ ബി ജയിക്കില്ലോ നമുക്ക് അറിയില്ല. കാരണം വെച്ചാൽ നമ്മള് ഹോമില് PSG കൂടെ തോറ്റു, 4 മേടിച്ച് തോക്കുക പറഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോ അതേ ടീം വെച്ച് നമ്മൾ ഇന്റർ മിലാനിലേക്ക് പോവാണ്, അവിടെ പോയി ജയിക്കുന്ന ആർക്കും പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെ വി കെപ്റ്റ് ഗുഡ് പെർഫോമൻസ്, നന്നായിട്ട് കളിച്ചു, ഡിഫൻസ് ഒക്കെ നന്നായിട്ടിരുന്നു. സോ അവരുടെ ഓരോരോ അറ്റാക്ക് വരുമ്പോഴും നമുക്ക് ഗോള് മേടിക്കും എന്നുള്ളൊരു അവസ്ഥയിലായിരുന്നു കളി കണ്ടത്. ഓ ഇതിപ്പോ വീഴുന്നുള്ളൊരു രീതിയിലായിരുന്നു കളി കണ്ടത്. അവസാനം നമ്മളടിച്ചേ പിന്നെ നമ്മുടെ പെർഫോമൻസ് ആകെ മാറി. സോ വി സ്കോർ ഫസ്റ്റ്, സോ വി പ്ലേ വെൽ. മേ ബി ആ സ്കോർ ഫസ്റ്റ് എന്നുള്ളത് അവസാന നിമിഷം കൊണ്ടുപോയി അടിച്ചതെന്ന് മാത്രം. സോ കളി ഈവൻ ഗെയിം അല്ലേ? അതായത് ഒരു ഓക്കെ, നമ്മളൊരു ഇത്രയും ഇന്റൻസീവ് ആയിട്ട് ലിവർപൂളിനെ ഒബ്സർവ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും നമുക്ക് മിഡ്ഫീൽഡിൽ നിന്ന് റണ്ണ് വരുമ്പോഴോ അല്ലെങ്കിൽ ഒരു ബാലൻസ് തെറ്റുമ്പോൾ ഇത്രയും പേടിയാവുന്നത്. പക്ഷെ ഫോർ എ ന്യൂട്രൽ, ഇഫ് യു വാച്ച് എ ന്യൂട്രൽ, ഇറ്റ് വാസ് എ പ്രിറ്റി ഈവൻ ഗെയിം. ആൻഡ് ഒരു അവേ ടീം പോയിട്ട് had the performance that you expect. And എന്താ പറയാ, ആ ഒരു ഹാൻഡ് ബോൾ ഗോൾ, ഇഫ് ഇറ്റ് വാസ് ഐ ഡോണ്ട് നോ, ലൈക്ക് അത് അത്രയും നേരം നോക്കുമ്പോൾ ബിക്കോസ് ഇറ്റ് വാസ് ഗിവൺ ഓൺ ദ
the goal was given on the field. അപ്പൊ അത്രയും നോക്കുമ്പോൾ it could have been given and we had some chances, they had some chances. എന്റെ I'm looking at it as a positive or negative എന്നല്ല. I thought it was a proper Liverpool versus Inter Milan game. It was a quality game. Like both teams played well. Defense was good. Set pieces defending. Like I enjoyed the game as a neutral. If you look back. എന്താണ് ക്വാളിറ്റി ഗെയിം എന്ന് പറയുമ്പോൾ രണ്ട് ടീമിന്റെ ക്വാളിറ്റി കുറച്ച് കുറഞ്ഞുകൊണ്ട് ഇറ്റ് ലുക്ഡ് ന്യൂട്രൽ. ഐ ഡോണ്ട് എക്സ്പെക്ട് ലിവർപൂൾ അല്ലെങ്കിൽ ഇന്റർ മിലാൻ ഗെയിം എന്ന് പറയുമ്പോൾ ഒരു ഇന്റൻസിറ്റി ഉണ്ടാവാറുണ്ട്. ദാറ്റ് വി ലാക്ഡ്, ബോത്ത് ടീംസ് ലാക്ഡ് ബൈ ദ വേ. കാരണം കുറെ മിസ് പാസസ് ഉണ്ട്. എവരിബഡി വാസ് ട്രൈങ് ടു ബി ടു ചീക്കി. കാരണം ആർക്കും സ്വന്തമായിട്ട് അടിക്കാനുള്ള കോൺഫിഡൻസ് ഇല്ല. ബട്ട് യുനോ ഐ ലെറ്റ് മീ ട്രൈ സംതിങ് എൽസ് എന്നിട്ട് നീ ഗോൾ അടിച്ചോ എന്നുള്ള ആ ഫീല്. നമ്മളൊരു പീക്ക് ഇപ്പോഴത്തെ കുറച്ചുകൂടി 5-6 വർഷം മുന്നത്തെ പീക്ക് ആർസണൽ എന്നൊക്കെ പറയുന്ന സാധനം ഉണ്ടായിരുന്നല്ലോ. യു പാസ് ദ ബോൾ ആൻഡ് ദെൻ പാസ് ഇറ്റ് ത്രൂ ദ ഗോൾ ലൈൻ എന്നുള്ളത്. ആ ടൈപ്പ് കളിക്കാൻ പലരും നോക്കിയിരുന്നു. അൺനെസസറി ആയിരിക്കും, പക്ഷെ ദാറ്റ് ഇസ് ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഐ ബിലീവ്. കാരണം ആർക്കും ഒരു എടുക്കണം അടിക്കണം എന്നോ ഇല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റുന്ന കോൺഫിഡൻസ് ഇല്ലായ്മ ഫീൽ ചെയ്തു രണ്ട് ടീമിലും. സോ ബട്ട് ഓൺ ആൻ ഓവറോൾ ലെവൽ നീ പറഞ്ഞ പോലെ തന്നെ I agree with it. It looked even. It's not the Liverpool Inter Milan standard, but equal for us. നമ്മളുടെ പെർഫോമൻസ് did not look like a team in complete disarray. അതാണ് എന്റെ പോയിന്റ്. Like it looked like a usual സീസണിൽ വരുന്ന ഒരു ഗെയിം. കറക്റ്റ്. ഞാൻ അതാ പറയാൻ ഉദ്ദേശിച്ചത്. കാരണം നമ്മൾ ഈ ഒരു ഫ്ലറി ഓഫ് ബാഡ് ഗെയിംസ് എന്ന് വന്നിട്ട് ഈ ഒരു ഡീസന്റ് ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വി ഡിഡ്ന്റ് എക്സ്പെക്ട് us to play like that actually. So ആ ഒരു PSV പെർഫോമൻസ് വെച്ച് നോക്കുമ്പോൾ ഇറ്റ് ഇസ് റിയലി ഗുഡ് ആക്ച്വലി. മച്ച് ബെറ്റർ ഇംപ്രൂവ്ഡ് ഒരു പെർഫോമൻസ് ആണ് നമ്മൾ ചെയ്തത് ആക്ച്വലി. അപ്പോ അത് പറയുന്നത് ഇന്റർ മിലാന്റെ ഗെയിം അവരുടെ ഗെയിം തന്നെയാണ് കളിച്ചത്. ജസ്റ്റ് വെൻ ഫോർ ദ ഫാൻസി തിങ്സ് അറ്റ് ദി ഫൈനൽ തേർഡ്. അപ്പൊ ആ ഒരു ഫാൻസി തിങ് കാണിച്ചുകൊണ്ടാണ് അവർ സ്കോർ ചെയ്യാത്തതാണ് എന്റെ ഒരു ഇത്. കാരണം ദേ സ്റ്റിൽ ഹാഡ് എ ബെറ്റർ ചാൻസസ് ദെയർ. അവിടെ കാണിക്കുന്ന ഒരു മിസ് പാസും അല്ലെങ്കിൽ ഡിസിഷൻ മേക്കിംഗ് ഒക്കെയാണ് ഇഷ്യൂ ആയിട്ട് വന്നത്. ബറേലോ കുറെ ഷോട്ട് എടുത്തിട്ടായിരുന്നു. മാർട്ടിനസിന് ഒരു ചാൻസ് കിട്ടി. അലിസൺ പ്രൊഡ്യൂസ് വണ്ടർഫുൾ സേവ് ആക്ച്വലി ഫ്രം ക്ലോസ് റേഞ്ച്. സോ അവർക്ക് നമ്മളെക്കാട്ടിലും അവർക്കാണ് കൂടുതൽ ചാൻസ് കിട്ടിയത്. ബട്ട് വി ഡിഫെൻഡഡ് റിയലി ഗുഡ്. അതൊരു പോസിറ്റീവ് ആണ്. സോ ക്രിസ് പറയുന്ന പോലെ the level of the game was really good. രണ്ടുപേരും like ഇന്റർ മിലാന്റെ മാനേജർ തന്നെ പറഞ്ഞിരുന്നു like intensity was there. So maybe not up to that level but it was there. So അതുകൊണ്ട് game for a neutral point of view it was a good game actually. നമുക്ക് അറിയാം നമ്മൾ എങ്ങനെ കളിക്കുന്നു. സോ നമുക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല ഇന്റൻസിറ്റി എന്നുള്ളത്. അപ്പോ ഒരു ന്യൂട്രൽ ഫാന് കാണുമ്പോൾ അത് ഗെയിം നന്നായിട്ടുണ്ടാവും. they would have definitely enjoyed the game. നമ്മുടെ ഇന്റൻസിറ്റി ഒക്കെ നമ്മുടെ കേറി വരുന്നുണ്ട്. നമ്മുടെ നേരത്തെ പഴയ മാച്ചുകളും ഒക്കെ നോക്കുമ്പോൾ ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ കേർട്ടീസിന്റെ ഒരു പ്രസൻസ് ഭയങ്കരമായിട്ട് നമുക്ക് ചില കേർട്ടീസിന്റെ ഒരു വലിയ ടാക്കിൾ ഉണ്ടായിരുന്നു. ആള് ടാക്കിളല്ല, പന്ത് വിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഡൈവ് ചെയ്തിട്ടുള്ളത്, കുറച്ചേരം ഇഞ്ചുറി ഒക്കെ വന്നതും. അപ്പൊ ആ ഒരു ഇന്റൻസിറ്റി നമ്മളും ആ ഡുവൽസ് വിൻ ചെയ്യാനുള്ള ശ്രമങ്ങളും ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. വാൻഡേക്ക് ഹെഡേഴ്സ് വിൻ ചെയ്യാൻ ശ്രമിക്കലും ഒക്കെ നമ്മൾ അതിന് ആ ഡുവൽസ് വിൻ ചെയ്യുന്ന അതിലേക്ക് ശരിക്കും ഫോക്കസ് ചെയ്യുന്നുണ്ടായിരുന്നു. മാത്രമല്ല നമ്മൾ കൺട്രോൾ ചെയ്യാൻ നോക്കി മിഡ്ഫീൽഡിൽ. കേർട്ടീസ് വന്നത് തന്നെ ടീമിന് ഭയങ്കര ബൂസ്റ്റ് ആയെന്ന് തോന്നി. സ്റ്റാറ്റ്സ് നോക്കി ഒരുപാട് കംപ്ലീറ്റഡ് പാസസ് കൂടുതലുണ്ടായിരുന്നു, ഡ്രിബിൾസ് ഉണ്ടായിരുന്നു, പന്ത് കൊണ്ട് ക്യാരി ചെയ്യുക, പന്ത് ഏർലി പാസ് കൊടുക്കുക. അങ്ങനെ മിഡ്ഫീൽഡിൽ ഭയങ്കര മാറ്റം വന്നതോടുകൂടി നമ്മുടെ ആ പുതിയൊരു സിസ്റ്റം കുറച്ചുകൂടി സ്യൂട്ടബിൾ ആണെന്ന് തോന്നുന്നു കേർട്ടീസിന്. അതാണ് സംസാരിക്കാൻ പോയത്. സുദീപനെ തുടങ്ങിക്കോ. അതായത് ഈ സിസ്റ്റം വിത്ത് ദ 4 ഇൻ എ വേ ഇറ്റ്സ് എ ഫ്ലാറ്റ് മിഡ്ഫീൽഡ്. ഐ ഫീൽ 4 ഫ്ലാറ്റ് ആണ് ശരിക്കും കളിക്കുന്നത്. എല്ലാരും സ്ട്രെയിറ്റ് ലൈൻസ് കളിക്കുന്നു. മറ്റേ ഒരാൾ ഡ്രോപ്പ് ചെയ്യുന്നു. ഐ തിങ്ക് ഇറ്റ്സ് ദ ഫസ്റ്റ് ഗെയിം ഓൾസോ എക്കിറ്റിക്കെ ആൻഡ് ഇസാക്ക് പ്ലേഡ് ടുഗദർ. എന്താണ് വാട്ട് ഈസ് ദ സിസ്റ്റം? ക്യാൻ സംവൺ എക്സ്പ്ലെയിൻ? എന്റെ പോയിന്റ് ഓഫ് വ്യൂ പറഞ്ഞു സുദീപ്.
സിസ്റ്റം ഞാൻ പറയാറുള്ള സിസ്റ്റം ആ 4-2-2-2 ഒരു ഇതാണ്. അത് ആ വിങ്ങേഴ്സ് അല്ലാന്നേ ഉള്ളൂ. നമ്മുടെ ഫ്രണ്ടില് 2 സ്ട്രൈക്കേഴ്സ്, അവര് രണ്ടുപേർക്കും വൈഡ് നീങ്ങി വരാനും പറ്റും. അവർക്ക് അങ്ങനെ കളിക്കാൻ പറ്റുന്ന 2 പ്ലേയേഴ്സും, ഇസാക്ക് ആയാലും എക്കിറ്റിക്ക ആയാലും. രണ്ടുപേരും ലെഫ്റ്റിലാണ് ചെയ്യാറെന്നേ ഉള്ളൂ ഒരേ സ്ഥലത്ത്. പക്ഷെ ഇപ്പോ എക്കിറ്റിക്ക റൈറ്റ് സൈഡിലേക്ക് ഇടയ്ക്ക് പോലും ഒക്കെ നമ്മൾ കാണാറുണ്ട്. അത് ഫ്ലൂയിഡിറ്റി കുറച്ചും കൂടി കിട്ടുകയും ചെയ്യും ഇങ്ങനെ വരുമ്പോൾ. പിന്നെ അടിയിൽ താഴെ വരുന്ന 2 മിഡ്ഫീൽഡേഴ്സ്, അത് വേർഡ്സിന് അത് പെർഫെക്റ്റ് സിസ്റ്റം ആണ് ആക്ച്വലി. വേർഡ്സിന് പറഞ്ഞ പോലെ ഡ്രിഫ്റ്റ് ചെയ്യാം, ഒരു ഫ്രീ റോളിൽ പോവാം, ഒരു മിഡ്ഫീൽഡർക്ക് കുറച്ചുകൂടി സെന്ററിൽ അങ്ങനെ പറ്റുന്ന രീതിയിൽ. ഇന്നലെ വേർഡ്സ് സ്റ്റാർട്ട് ചെയ്തില്ല, പക്ഷെ കേർട്ടിസ് അവിടെ ആ രീതിയിൽ കളിച്ചു. സൊബോസ്ലൈ അവിടെ ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും നല്ല ഭംഗിയായിട്ട് ചെയ്തു. അതിന്റെ ബാക്കിലാണ് പിന്നെ മാക്കയും ഗ്രേവി അവിടെ നിൽക്കുന്നത്. അവര് കുറച്ചുകൂടി ബ്ലോക്ക് ചെയ്ത് അവിടെ നിൽക്കുക, അങ്ങനെയുള്ള ഒരു ഇതിലാണ്. അതില് കറക്റ്റ് ഈ സിസ്റ്റം പെർഫെക്റ്റ് ആയിട്ട് വരുമ്പോ കേർക്കസും ഫ്രിംപോങ്ങും കൂടി വരുമ്പോ ആ വിട്ട് കീപ്പ് ചെയ്യുന്ന അതിലേക്ക് വന്നു കഴിയുമ്പോൾ ഈ സിസ്റ്റം കുറച്ചും കൂടി പെർഫെക്റ്റ് ആവും. മാത്രമല്ല ഇവര് കളിച്ചു തുടങ്ങി എക്കിറ്റേക്കും ഇസാക്കും അവര് ജസ്റ്റ് ഇപ്പോ കളിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇസാക്കാണെങ്കിൽ ഇപ്പൊ ഫുൾ ഫിറ്റ്നസ് ഗെയിൻ ചെയ്ത് വരുന്നേ ഉള്ളൂ, മാച്ച് ഫിറ്റ്നസ് ഒക്കെ. അതങ്ങ് വർക്ക്ഔട്ട് ആയി കഴിഞ്ഞാൽ ഇവര് കുറച്ച് കളികൾ ഒരുമിച്ച് കളിച്ചു തുടങ്ങുമ്പോൾ സിസ്റ്റം കുറച്ചുകൂടി ഫൈൻ ട്യൂൺ ആയി നല്ല ഒരു ഫ്രീ ഫ്ലോയിങ് ഫുട്ബോളിലേക്ക് പോകും എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോ ഇതിന്റെ ഒരു സയൻസ്, അതാണ് ഒരു സയൻസ് ഈ മാച്ചിൽ നമ്മൾ കണ്ടു. അത് ഫ്യൂച്ചറിൽ നമുക്ക് ഭയങ്കര ഇമ്പ്രൂവ്മെന്റ് വരും. എന്താണ് ഒബിൻ ആദ്യം പറഞ്ഞ ഫ്ലാറ്റ് ഫോർ പോലെ തോന്നിയിരുന്നു മിഡ്ഫീൽഡ്. ബട്ട് വെൻ വി സ്റ്റാർട്ടഡ് ദ ഗെയിം, ആദ്യത്തെ ഒരു 20-25 മിനിറ്റ് ഇറ്റ് വാസ് ആക്ച്വലി എ ഡയമണ്ട്, with McAllister being the sole point at that the tip of the midfield. Graham Burch was the sixth, traditional sixth ball. And we started with Jones on the left, Szoboszlai on the right. എല്ലാവരും ഒരു നാരോ പൊസിഷൻ ആയിരുന്നു, വിച്ച് റോബർട്ട്സൺ ഗോമസ് ഒരു പകുതി വരെ നിൽക്കുമായിരുന്നു. ഗോമസ് സെന്റർ ബാക്ക് എനിവേ, സോ ഹി വോണ്ട് ഗോ ടു ഫ്രണ്ട്. പക്ഷെ ദാറ്റ് വാസ് എ ഡയമണ്ട് there with Ekitike on the left, Isak on the right. അവര് വിടുത്ത് ആവശ്യം ഉണ്ടാകുമ്പോൾ അവർ വിടുത്ത് കൊടുക്കും, മെക്കാലിസ്റ്റർ മുന്നോട്ട് പോകും. അല്ലെങ്കിൽ മെക്കാലിസ്റ്റർ ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർ നാരോ ആവും. സോ ഈ ഒരു സാധനം കുറച്ചുകൂടെ സമയം എടുക്കുമായിരിക്കും, ബട്ട് ദിസ് വുഡ് ബ്രിങ് ഇൻ കേർക്കസ് ആൻഡ് ഫ്രിംപോങ്. കാരണം അവർക്ക് ഇവര് എന്താ പറയാ, മെക്കാലിസ്റ്റർ നമ്പർ 10 അല്ലെങ്കിൽ മെക്കാലിസ്റ്റർ ഇറ്റ് ഷുഡ് ബി വേർഡ്സ് ഒന്ന് ഡ്രോപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2 സ്ട്രൈക്കേഴ്സ് കുറച്ചും കൂടി നാരോ ആവും, വിത്ത് ഫ്രിംപോങ് ആൻഡ് കേർക്കസ് ചാർജിങ് ഓൺ ദ വിങ്സ്. നമുക്ക് അവരെ സ്ട്രെങ്ത് യൂസ് ചെയ്യാനും പറ്റും. വിൽ ഹാവ് 2 സ്ട്രൈക്കേഴ്സ് ഇൻ ആൻഡ് അറൌണ്ട് ദ പെനൽറ്റി ബോക്സ്. കാരണം ക്രോസ് വരികയാണെന്നുണ്ടെങ്കിലും ഇറ്റ് കുഡ് ബി എ കട്ട് ഇൻ ഓർ ഇറ്റ് കുഡ് ബി എ പ്രോപ്പർ ക്രോസ് ആസ് വെൽ. ഫ്രണ്ട് ഒരാൾ നിയർ പോസ്റ്റിൽ ഒരാൾ ബാക്ക് പോസ്റ്റിൽ നിന്നാൽ മതി. സോ ഇറ്റ് വുഡ് എൻഗേജ് പീപ്പിൾ വിത്ത് ലെറ്റ്സ് സേ വേർഡ്സ് ആണെന്നുണ്ടെങ്കിൽ വേർഡ്സ് ക്യാൻ ഡ്രോപ്പ് ആൻഡ് ബി ദ റണ്ണിങ് മിഡ്ഫീൽഡർ. സോ ഇറ്റ് കുഡ് വർക്ക്. അതിന്റെ കുറച്ചൊക്കെ ഇന്നലെ കണ്ടിരുന്നു, ബട്ട് ദെൻ മെക്കാലിസ്റ്റർ വാസ് നോട്ട് റിയലി up to the mark. പിന്നെ സുദീപ് പറഞ്ഞ പോലെ തന്നെ കേർട്ടസ് വാസ് ഗ്രേറ്റ് യെസ്റ്റർഡേ. ഈ നമ്മൾ യൂഷ്വലി കേർട്ടസ് എന്ന് പറയുമ്പോൾ തന്നെ ഇത് വന്ന് കുറച്ചു നേരം ഒരു ബോൾ കാൽമ കിട്ടിയാൽ കുറെ നേരം ബോൾ കാൽമിൽ ഉണ്ടാവും, അല്ലെങ്കിൽ കാര്യമായിട്ടൊന്നും ചെയ്യൂല എന്ന് പറഞ്ഞ ആ ഒരു സാധനത്തിൽ നിന്ന് യെസ്റ്റർഡേ ഹി വാസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ഒരു കുറെ ഫ്രീഡം കിട്ടി. എനിക്ക് തോന്നുന്ന പോലെ ചെയ്യാൻ പറ്റും എന്ന് കാണിക്കാൻ പറ്റിയ ഓബിൻ പറഞ്ഞത്, ദിസ് സിസ്റ്റം ഇസ് നൗ ഗിവിംഗ് പ്ലേയേഴ്സ് മോർ ഫ്രീഡം അല്ലേ ഗണേഷ്? അതായത് ഇപ്പൊ ഓബിൻ പറഞ്ഞതിൽ നിന്ന് ഒരു ചേഞ്ച് എനിക്ക് ഫീൽ ചെയ്യുന്നത്, ഐ തിങ്ക് സൊബോസ്ലൈ ഇസ് പ്ലേയിങ് ലൈക്ക് എ ഹൈബ്രിഡ് റൈറ്റ് സൈഡഡ് മിഡ്ഫീൽഡർ. സോ ഐ ഡോണ്ട് തിങ്ക് ഫ്രിംപോങ് or anybody is going to overlap that much, or Gomez or Bradley. അവര് പോകുമ്പോഴും അവിടെ എന്താ പറയാ, ബേസിക്കലി how I see it is like Szoboszlai is now playing like how Trent would play from a midfield position, right sided midfield position. Pulli is arriving on the edge of the box, he is letting എന്താ ഗണേഷ് അങ്ങനെ ഒരു ഫീല് വന്നോ? എനിക്ക് പറയാനുള്ളത്, ഗോമസ് കുറെ നല്ലൊരു പൊസിഷനിൽ വന്നിട്ടുണ്ടായിരുന്നു, റൈറ്റ് ബാക്ക്, അതായത് ക്രോസ് ചെയ്യാൻ പറ്റിയ ഒരു പൊസിഷനിൽ കുറെ പ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സൊബോസ്ലൈയുടെ പൊസിഷൻ പറയുമ്പോൾ ഇന്നലെ കുറെ പാസസ് ലെഫ്റ്റ് സൈഡിൽ നിന്ന് അകത്തേക്ക് വരുന്നു, 2 ടച്ച് ലോങ് ആയിരുന്നു, ഇല്ലെങ്കിൽ ഹി കുഡ് ഹാവ് ടേക്കൻ ദ ഷോട്ട് ആക്ച്വലി. അത് ഒരെണ്ണം അടിക്കുകയും ചെയ്തു. അത്
പുറത്തു പോവുകയും ചെയ്തു. സോ അങ്ങനെ കുറെ സ്കോറിംഗ് ഏരിയസിൽ വരുന്നുണ്ട്. മേ ബി നമ്മൾ ഈ അത് റൈറ്റ് സൈഡിൽ കൂടെ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ മേ ബി വി ക്യാൻ ലൈക്ക് ഒരു റിവേഴ്സ് പാസോ അല്ലെങ്കിൽ ഒരു ക്രോസ് കൊടുത്തിട്ട് മേ ബി ആ ക്ലിയറൻസ് കളക്ട് ചെയ്യാനുള്ള ഒരു പൊസിഷനിൽ സൊബോസ്ലൈ ഉണ്ട്. സോ അതൊരു സ്കോറിംഗ് വേ ആണ്. സോ ഓബിൻ പറഞ്ഞ പോലെ സെക്കൻഡ് പോസ്റ്റിലേക്ക് ക്രോസ് കൊടുത്തു കഴിഞ്ഞാൽ മേ ബി എക്കിറ്റിക്കെ ഓർ ഐസക് ക്യാൻ ഫസ്റ്റ് ഹെഡർ വിൻ ചെയ്തെന്ന് മാത്രമല്ല നമ്മുടെ പ്ലെയറിലോട്ട് അത് ഡൈവേർട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലൈക്ക് ദ ഓൾഡ് ബ്രൈറ്റൺ സ്റ്റൈല്. മെക്കാലിസ്റ്റർ ബ്രൈറ്റണിൽ കളിക്കുമ്പോൾ ക്രോസ് വരുന്നത് സെക്കൻഡ് പോസ്റ്റിലേക്കാണ് വരിക. സെക്കൻഡ് പോസ്റ്റിലേക്ക് വരുന്നത് കളക്ട് ചെയ്യുന്ന ഏതർ സ്ട്രൈക്കർ ആയിരിക്കും, ഇല്ലെങ്കിൽ അവരുടെ ലെഫ്റ്റ് ബാക്ക് ആയിരിക്കും. അവിടുന്ന് വരുന്ന അഗൈൻ സെക്കൻഡ് ബോൾ വരുമ്പോൾ നമ്മൾ ഡിഫൻഡേഴ്സ് ഓർഗനൈസ്ഡ് ആയിരിക്കില്ല പെട്ടെന്ന് വരുമ്പോൾ. സോ അതൊരു സ്കോറിംഗ് പ്ലാൻ ആണ്. ഞാനത് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ആക്ച്വലി, ബിക്കോസ് 2 tall സ്ട്രൈക്കേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. സോ അവര് ദേ ക്യാൻ പ്രൊഡ്യൂസ് ദാറ്റ് ആക്ച്വലി. സോ മേ ബി ദിസ് വിൽ ബി എഫക്റ്റീവ് വെൻ വി ഹാവ് ഫ്രിംപോങ്. Maybe I'm not even saying Kirk is. Frimpong will definitely definitely very big hit in this formation actually. എനിക്ക് തോന്നുന്നു പക്ഷെ നമ്മുടെ സെൻട്രൽ പീസ് വിൽ ബി സൊബോസ്ലൈ ഇസ് വാട്ട് ഐ ഫീൽ ദ വേ ഹീ ഈസ് പ്ലേയിങ്. നമ്മുടെ ഈ ട്രെന്റിന്റെ ആ ഇൻഫ്ലുവൻസ് പുള്ളി സ്കോർ ചെയ്യുന്ന ഗോൾസും എടുക്കുന്ന പൊസിഷനൊക്കെ ട്രെന്റിന്റെ. ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ് നോട്ട് ഫ്രം എ ബാക്ക് റൈറ്റ് ബാക്ക് സിറ്റുവേഷൻ ബട്ട് ലിറ്റിൽ ബിറ്റ് മോർ ആ ഒരു ഞാൻ ആ പൊസിഷനെ അത്ര സ്ട്രെസ് ചെയ്ത് പറയുന്നത് ഇസ് ദാറ്റ് വാട്ട് സല കാൺട്ട് പ്ലേ അറ്റ് ദിസ് ഏജ്. ആ റൈറ്റ് സൈഡില് അത്രയും ഇൻ ആൻഡ് ഔട്ട് ഡിഫെൻഡിങ് ഒരു എന്താ പറയാ ഹാർട്ട് പെർഫോമൻസ് സലയ്ക്ക് കൊടുക്കാൻ പറ്റാത്തത് കൊണ്ടാണോ വി ആർ പ്ലേയിങ് സൊബോസ്ലൈ ദേർ ഇസ് മൈ ക്വസ്റ്റ്യൻ. I don't really think so. Salah actually ഇപ്പം നമ്മളിപ്പോ 4-4-2 4-2-2 or 4-4-2 whatever happens, the front two എന്ന് പറയുമ്പോൾ there is no winger in our team. നമ്മളിൽ ഇപ്പം ഡിയാസ് ഇല്ല, Salah is not playing now, or we are not signing any winger as well. ഇനി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഉള്ള ഗ്യാപ്പ് ആണെന്നുണ്ടെങ്കിൽ he's not a winger. He'll play there but he's not a winger. That's what my point is. അതായത് നമ്മൾ വിങ്ങറെ വെച്ച് കളിക്കുന്നില്ല. നിങ്ങൾ പറഞ്ഞ പോലെ വി ആർ എക്സ്പെക്ടിങ് ദ ഫുൾ ബാക്സ് ടു ബോംബ് ഓൺ. സോ ടെക്നിക്കലി മേക്സ് ഇറ്റ് ഇമ്പോസിബിൾ ഫോർ സല ടു പ്ലേ ദർ ബിക്കോസ് സല കാൺട്ട് പ്ലേ അപ്പ് ആൻഡ് ഡൗൺ ആൻഡ് ടേക്കിംഗ് സല. എനിക്കൊരു പോയിന്റ് ആഡ് ചെയ്യാൻ. ഇത് ഇപ്പൊ സല ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, ഇറങ്ങി വരാൻ പറ്റില്ല, കയറി പോകാനും പറ്റുന്നില്ല. ആ ഒരു സിറ്റുവേഷൻ വരുന്നത് നമ്മുടെ പ്രസ് ഇൻഎഫക്റ്റീവ് ആവുന്നതുകൊണ്ടാണ്. മേ ബി വി ഹാവ് ഓൺലി 2 up front. 2 up front പറയുമ്പോൾ അത് അയാൾ പ്രസ് ചെയ്യുമ്പോൾ കവറപ്പ് ചെയ്യാനായിട്ട് ആരുമില്ല. ബിക്കോസ് ഫുൾ ബാക്സ് ഒക്കെ പുറകിൽ ഡ്രാഗ്ഡ് ആണ്. നമ്മൾ ഒരുപാട് എന്താ പറയുക കൺസർവേറ്റീവ് ആയിട്ടാണ് കളിക്കുന്നത്, കോൺഷ്യസ് ആയിട്ടാണ്. കൺസീഡ് ചെയ്യേണ്ട എന്നുള്ള ഒരു പ്ലാനിലാണ് കളിക്കുന്നത്. സോ ആ ഒരു ഫ്രീ പ്രസ് ഇല്ല, ഓർഗനൈസ്ഡ് പ്രസ് ഇല്ല. മേ ബി പറയുകയാണെങ്കിൽ 2 ഓപ്പോസിഷൻ പ്ലെയർ എങ്കിലും ഫ്രീ ആയിട്ടുണ്ട് ആ ബോൾ കറക്റ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ആ 2 സ്ട്രൈക്കർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുറകിലോട്ട് വരാൻ ആരുമില്ല. മേ ബി അവർ പുറകിൽ എത്തി ഓടി ട്രാക്ക് ബാക്ക് ചെയ്തിട്ടും കാര്യമില്ല. അതിന് മുന്നേ ബോള് പെനൽറ്റി ബോക്സിൽ എത്തിക്കാണും. സോ പ്രസ്സിംഗ് എഫക്റ്റീവ് ആകുന്നതുകൊണ്ടാണ് മേ ബി സാലയ്ക്ക് അത് ചെയ്യാൻ പറ്റാത്തത്. വി കുഡ് സീ ലൈക്ക് എന്താ പറയാ പ്രസ് ചെയ്യാൻ അങ്ങനെ അപ്പീൽ പറയുന്നുണ്ട്, ലൈക്ക് പൊസിഷനിലേക്ക് കൊണ്ടുവരാൻ. എന്നിട്ട് ഓർഗനൈസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിപ്പോ ആകെ 2 പേര് മാത്രമേ പ്രസ് ചെയ്യുന്നുള്ളൂ. ഇന്നലെ അതായിരുന്നു പ്രശ്നം. മെക്കാലിസ്റ്ററിന്റെ പ്രസ് വാസ് വെരി ഇൻഎഫക്റ്റീവ്. ആളുടെ പൊസിഷൻ തന്നെ എവിടെയാണെന്ന് അറിയില്ല. അപ്പോ ഐക്കിറ്റിക്കും ഐസക്കും പ്രസ് ചെയ്യുമ്പോൾ അവരുടെ 2 പ്ലേയേഴ്സ് വിങ്ങിൽ ഫ്രീ ആണ്. ദേ ക്യാൻ യൂസ് ദ ഗോൾ കീപ്പർ ഓൾസോ. സോ അവിടെ പ്രസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പൊ സാലയുടെ ഡിഫൻസീവ് ഹെൽപ്പ് ഓട്ടോമാറ്റിക്കലി ആയിട്ട് അത് കുറയുള്ളൂ. സോ പ്രസ് എഫക്റ്റീവ് ആയ മാത്രമേ സാലയ്ക്ക് കളിക്കാൻ പറ്റുള്ളൂ. അത് മാത്രല്ല സലയുടെ ആ പൊസിഷൻ ഇപ്പോ സൊബോസ്ലൈ നോക്കുമ്പോ സൊബോസ്ലൈ ഉള്ളിലേക്ക് കയറി വരുന്നുണ്ട്. നമ്മള് മിഡ്ഫീൽഡ് ക്രൗഡഡ് ആക്കുന്ന ഒരു ഇതും കൂടി വരും. നമ്മളിപ്പോ ചെയ്യുന്നത് വി ആർ ട്രൈങ് ടു അണ്ടർസ്റ്റാൻഡ് വൈ സല ടാക്ടിക്കലി നമ്മൾ ഫുട്ബോളിംഗ് വൈസ് എന്തുകൊണ്ടാണ് സല ടീമിൽ കളിക്കാത്തത് എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. വി ആർ നോട്ട് ട്രൈങ് ടു ബാഷ് എനി. അല്ല, അത് നമ്മള് ക്ലിയർ ആയിട്ട് പറഞ്ഞല്ലോ. അത് തന്നെ അത് തന്നെ പറഞ്ഞത്. ഈ സൊബോസ്ലൈ ആവുമ്പോ സൊബോസ്ലൈ റൈറ്റ് സൈഡിൽ നിന്ന് മാത്രമല്ല ഈ കുറച്ച് ഇനി ഇൻവേർട്ടഡ് ആയിട്ടും കൂടിയാണല്ലോ വരുന്നത്. സലക്ക് പക്ഷെ 1 ഡയമെൻഷനില്ല. സല പന്ത് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ അവിടുന്ന് നേരെ ഓടി
ബോക്സിലേക്ക് കട്ട് ഇൻ ചെയ്ത് ഡ്രിബിൾ ചെയ്ത് കയറാനുള്ള ഒരു ഒറ്റ ഡയമെൻഷനേ ഉള്ളൂ. ഈ ഡിഫൻസീവ് ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഡുവൽസ് ഹാപ്പൻ ചെയ്യുന്ന ആ മിഡ്ഫീൽഡിലേക്ക് സ്ഥലമൊക്കെ ഇൻവേർട്ടഡ് ആയി കയറി വരുന്ന ഒരു രീതിയോ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. പ്രസ്സിങ് മാത്രമല്ല, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, ഈ മിഡ്ഫീൽഡിൽ അവിടെ സ്പേസ് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് ഇത് സ്ഥലക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അതും ഒരു പ്രശ്നമാണ്. അത് ഉണ്ടെങ്കിൽ നമ്മുടെ ഈ സിസ്റ്റം പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ അതും ആവശ്യമാണ്. അപ്പൊ അത് സ്ഥലക്ക് ചെയ്യാൻ നമുക്കറിയാം. സപ്പോസിലെ അവിടെ പന്ത് ടാക്കിൾസ് ചെയ്യും, അവിടെ ഒരു മറ്റേ പന്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇന്റർസെപ്ഷൻസ് അവിടെ ചെയ്യുന്നുണ്ട്. പക്ഷെ സല അങ്ങനെയല്ല. സല വൺ ഡയമെൻഷനല്ല. സല പറയാറുമുണ്ട് ഡിഫെൻഡ് ചെയ്യാൻ്റെ അതിന് സമ്മതിക്കാതിരുന്ന ഞാൻ ഗോൾ അടിക്കും എന്ന് പറയുന്ന അതാണ് മെന്റാലിറ്റി, സലയുടെ മെന്റാലിറ്റി. പക്ഷെ സൊബോസിലെ നേരെ തിരിച്ച് എവിടെയാണെങ്കിലും ഡുവൽസ് ആണെങ്കിൽ അത് കട്ടക്ക് ഇടിച്ച് നിൽക്കാനും ഒക്കെ റെഡി ആയിട്ടുള്ളതാണ്. അതാണ് പ്രശ്നം. സലയ്ക്ക് അത് ഒരു പ്രോബ്ലം. രണ്ടാമത്തെ പ്രോബ്ലം, സലയ്ക്ക് ഫോർവേഡ് കളിപ്പിച്ച് നോക്കി, ഫോർവേഡും പറ്റില്ല സലയ്ക്ക്. സല വൈഡിൽ നിന്ന് കയറി വരുള്ളൂ എന്നുള്ള സലയുടെ. അപ്പൊ സലയ്ക്ക് ഈ ഫോർവേഡ് പൊസിഷനിൽ കളിക്കാൻ പറ്റില്ല. ഈ താഴെയുള്ള ഈ 4-2-2-2 റൈറ്റ് സൈഡിലും കളിക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. അതായിരിക്കണം ഈ സിസ്റ്റം വർക്ക്ഔട്ട് ചെയ്യാനായിരിക്കണം സല ബെഞ്ചില് വെച്ചത്. അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളല്ല. ഈ സിസ്റ്റത്തിൽ സല സ്യൂട്ടബിൾ അല്ല, വേറെ ഒന്നല്ല. ഇതിൽ ഒരു ഡിസഗ്രിമെന്റ് ഉണ്ട് ആക്ച്വലി. സോ നമ്മളിപ്പോ സോബോസ്ലൈ വേഴ്സസ് സല എന്ന് പറയുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് വി ആർ കമ്പയറിംഗ് ദ റൈറ്റ് മെട്രിക്സ് ഹിയർ. നമ്മുടെ ഫ്രണ്ട് ത്രീയിലാകുമ്പോൾ ആ രണ്ട് ആൾക്കാർ പ്ലസ് സല എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ വിചാരിക്കുന്നില്ല. ബട്ട് റൈറ്റ് വി ആർ ഫ്രണ്ട് ടു. സല ഷുഡ് ഹാവ് ബീൻ ദ വൺ ഓഫ് ദ ടു പീപ്പിൾ ദർ. നമ്മളിപ്പോ ഇസാക്ക് ആയാലും എക്കിറ്റിക്ക് ആയാലും ബോത്ത് വാണ്ട്സ് ടു കട്ട് ഇൻ ഫ്രം ദ ലെഫ്റ്റ്. സല ആക്ച്വലി ക്യാൻ ഡു ദാറ്റ് ഫ്രം ദ റൈറ്റ്. ഈസ് നോട്ട് എ സ്ട്രൈക്കർ, ഐ അഗ്രി ദാറ്റ്. പക്ഷെ അങ്ങനെയാണെങ്കിൽ വി കുഡ് സ്ലൈറ്റ്ലി ട്വീക്ക് ഇറ്റ് ഇൻ എ വേ വേർ ഇറ്റ് വുഡ് ബി എന്താ പറയാ ഒരു 4-3-2-1 കൈൻഡ് ഓഫ് വേർഷൻ. സല ഓൺ ദ ലെഫ്റ്റ് ഒരു സെക്കൻഡ് സ്ട്രൈക്കർ എന്ന് പറയുന്നില്ല, ബട്ട് സിമിലർ 9.5 ഇഷ്. ഫ്രം വൈഡ് അതുപോലെ കളിക്കുന്നതായിരിക്കണം ആക്ച്വലി സലാസ് സ്ട്രെങ്ത് ഇൻ ദിസ് പെർട്ടിക്കുലർ സിസ്റ്റം. ചിലപ്പോൾ നടക്കുന്നില്ലായിരിക്കാം. ഇറ്റ് കുഡ് ബി ദാറ്റ് നമ്മൾ വിചാരിച്ച പോലെ വി ആർ നോട്ട് ഏബിൾ ടു യൂട്ടിലൈസ് സല ടു ദാറ്റ് എക്സ്റ്റെന്റ്. ഇപ്പൊ ഓബിൻ പറഞ്ഞത് സിസ്റ്റം വേറെ സിസ്റ്റം ആക്കിയിട്ട് സലയെ കളിപ്പിക്കാൻ, എന്നിട്ട് അത് തന്നെയാണ് സലയെ ഈ സിസ്റ്റത്തിൽ കളിപ്പിക്കാൻ പറ്റുക. അത് പറയുന്നതിൽ അർത്ഥമില്ല. ഈ സിസ്റ്റമാണ് ആ 4-4-2 ഇത് കൊണ്ടുവരാൻ പറ്റും. എന്തായാലും ഈ ഒരു ഷേപ്പ് കൊണ്ടുവരാൻ പറ്റും. പ്രസ് ചെയ്യാനുള്ള നമ്പേഴ്സ് ഉണ്ടാവും ഫ്രണ്ടില്. സോ അവരുടെ ഡിഫൻഡേഴ്സിനെ പ്രസ് ചെയ്യാനുള്ള നമ്പേഴ്സ് എന്തായാലും ഉണ്ടാവും. സലക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇത്രയും അക്കോമഡേറ്റ് ചെയ്യണോ വേണ്ടി എന്നുള്ളതാണ് സ്ലോട്ടിന്റെ ചോദ്യം എന്നാണ് എന്റെ അസംഷൻ. ബിക്കോസ് ഇപ്പൊ ഓബിൻ പറഞ്ഞ പോയിന്റ് വെച്ചിട്ടാണെങ്കിൽ നമുക്കിപ്പോ കഴിഞ്ഞ സീസൺ പോലെ നൂനേസ് മാത്രം ഇരിക്കുന്നത് അല്ലെങ്കിൽ ജോട്ട ഇഞ്ചേർഡ് ആയിരുന്നു ഒരു സിറ്റുവേഷൻ അല്ല. നമുക്ക് 2 പ്യോർ വേൾഡ് ക്ലാസ് നമ്പർ 9s ഉണ്ട്. ആ 2 പ്യോർ വേൾഡ് ക്ലാസ് നമ്പർ 9ഉം ഒരു വേൾഡ് ക്ലാസ് നമ്പർ 10 ഉള്ള സമയത്ത് why should we have a makeshift number 9, 9.5, 9.45 and 9.34 whatever it is? അതാണ് തോന്നുന്നു അവിടെ സലയുടെ ഞാൻ അഗ്രി ചെയ്യുന്നു. അത് എന്തായാലും ഒരാൾക്ക് വേണ്ടി മൊത്തം സിസ്റ്റം സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. let's discuss about Salah. Let's finish it off. ഈ ഒരു സിസ്റ്റം ഉണ്ടാക്കിയത് സലയെ പുറത്തിടാനാണോ അതോ ഈ സിസ്റ്റം ഉണ്ടാക്കിയതിന് ശേഷം നോക്കുമ്പോൾ സല ഫിറ്റ് ആവാത്തതാണോ അതോ ഈ സിസ്റ്റം ഉണ്ടാക്കിയ ശേഷം അതിലെ സലയുടെ റോള് സലയിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ സല വാസ് നോട്ട് ഹാപ്പി? വാട്ട് ഡു യു തിങ്ക് ഹാപ്പൻ? മൂന്നുമാവാം. ഐ മീൻ എല്ലാ ഓപ്ഷൻസും ഉണ്ട്, ഞാനില്ല. പക്ഷെ സ്റ്റിൽ ഐ തിങ്ക് ദ ഇനീഷ്യൽ പ്ലാൻ വാസ് ടു ഹാവ് സല അപ്പ് ഫ്രണ്ട്, സ്ട്രൈക്കർ ആയിട്ടല്ല, എന്താ പറയാ സിമിലർ റോൾ വിത്ത് വേർഡ്സ് ഡ്രോപ്പിംഗ്, ഫ്രീ റോൾ. One of Isak and Ekitike starts with Salah. A kind of thing they were trying. അതാണ് ഈ നാരോ 4-4-2 ആദ്യത്തെ കുറച്ച് കളിയിൽ സല ഭയങ്കര വൈഡ് ആയിരുന്നു. പിന്നെ മാറ്റി നോക്കി കുറച്ച് അകത്തേക്ക് ആക്കി. 2-3 കളി സല വാസ് ടു ക്ലോസ് ടു ബോക്സ്. സെന്റർ ട്രൈ ചെയ്ത് നോക്കി, ഒന്നും വർക്ക് ആവുന്നില്ല എന്ന് കണ്ടപ്പോ പ്രോബബ്ലി മൈറ്റ് ഹാവ് തോട്ട് ഓക്കെ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലെറ്റ്സ് ഫോക്കസ് കംപ്ലീറ്റ്ലി ഓൺ ദി ഫ്യൂച്ചർ. പിന്നെ പുറത്തിടാനുള്ള വേറെ റീസൺ അഗൈൻ, ഇഫ് വി ആർ focusing too much on the future, then should we be, this is more of FSG way of working, ഒരു പാർട്ട് പ്ലെയർ ആയിട്ട് മാറുകയാണെന്നുണ്ടെങ്കിൽ should we actually pay this kind of money?
Salah നിൽക്കുന്നുണ്ടെങ്കിൽ I don't think anybody would have a disagreement in it. But should he stay when we are giving, for let's say 400k per week? ഈ ഒരു എമൗണ്ടിൽ ബെഞ്ചിൽ ഇരുത്തി സബ് പെർഫോമൻസ്, ഇപ്പം റോബർട്ട്സൺ he was starter right for 8 years, but he's now a sub because he's not, it's okay to keep there. അല്ലടാ, പക്ഷെ സല വുഡ് നെവർ സിറ്റ് ഓൺ ദ ബെഞ്ച്. പുള്ളി ഇരിക്കില്ല. ബിക്കോസ് സ്റ്റീവൻ ജെറാർഡ് വാസ് ഓൾസോ ലൈക്ക് ദാറ്റ്. നമ്മുടെ ഹോം ഗ്രൗൺ പ്ലെയർ ജെറാർഡിനോട് റോഡ്ജേഴ്സ് ആണെങ്കിലും, അതായത് ജെറാർഡിനോട് ബെഞ്ചിൽ ഇരിക്കാൻ പറഞ്ഞ റോഡ്ജേഴ്സ് ആ സമ്മറിൽ ജെറാർഡ് പോയി. If Gerrard agreed to sit on the bench, then he would have played under Klopp. If I'm not wrong. സെയിം തിങ് ആണ്. അതിലും വലിയ നമ്മുടെ സ്റ്റാർ ആയിട്ടുള്ള ഹെൻഡേഴ്സൺ, ക്യാപ്റ്റൻ, നമ്മുടെ ഹെൻഡേഴ്സൺ പോലെ തന്നെയായിരുന്നല്ലോ. ഹെൻഡേഴ്സൺ പോലെ ബെഞ്ചിൽ ഇരിക്കാൻ റെഡി ആയില്ല, ഹെൻഡേഴ്സിന് പോകേണ്ടി വന്നു. അത് തന്നെ. പക്ഷെ ഇങ്ങനെയൊക്കെ പോയാലും എങ്ങനെ പോകുന്നു എന്നുള്ളതാണ് അതില് പ്രശ്നേ. എനിവേ, സലയുടെ ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞല്ലോ. സലയുടെ എനിക്ക് തോന്നുന്നത് ഇത് മാത്രമല്ല, ട്രെയിനിങ് നമ്മൾ കാണുന്നില്ല. ട്രെയിനിങ്ങിലും സലക്ക് ഈ 2 പൊസിഷനിൽ കളിപ്പിച്ച് നോക്കിയിട്ടുണ്ടാവും, പറ്റിയിട്ടുണ്ടാവില്ല. ഈ പറഞ്ഞ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവില്ല. അതൊക്കെ നമ്മൾ കാണാത്ത കാര്യങ്ങളാണ്. ചിലപ്പോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം സലക്ക് പ്രശ്നം, സലയെ കളിപ്പിക്കാത്തത്, ബെഞ്ചിൽ ഇരുത്തിയതൊക്കെ. ഇത് ട്രൈ ചെയ്തിട്ടുണ്ടാവും. ട്രെയിനിങ്ങിൽ ഡെഫിനറ്റ്ലി ഇതൊക്കെ ട്രൈ ചെയ്യുന്നതാണല്ലോ ഈ കാര്യങ്ങളൊക്കെ. Whatever the reason though, we should have given a fair farewell. അല്ല, ആയില്ലല്ലോ. അതിന് പോയിട്ടില്ലടാ. നീ പുറത്താക്കല്ലേ അവനെ. അവന് പോയിട്ടില്ല അവിടെ. ഇനി എന്താണ്? Let's move on from Salah. I mean the topic, not from Salah. എന്നാൽ നമ്മള് ഇന്ന് വെനസ്ഡേ ഷോ ആയതുകൊണ്ട് ഇന്നും മെഡ്രിഡ് നമ്മുടെ ഇതൊക്കെ മാച്ചസ് ഉണ്ട്. മെഡ്രിഡിന്റെ അവസ്ഥ നമ്മുടെ അവസ്ഥയും ഏകദേശം ഒരുപോലെ ആയിരിക്കുന്നത്. പാവൻ ജാബി അലോൺസോ പ്രതീക്ഷയോടെ അവിടെ പോയിട്ട് ഏകദേശം തീരുമാനമായി എന്നാ കേൾക്കുന്നത്. ചെൽസി നമ്മുടെ അവസ്ഥയിലേക്ക് വരുന്നുണ്ട് ആ ട്രാക്കില്. അതെ, യുണൈറ്റഡ് 1 against വോൾവ്സ് കുറെ മാച്ചസ് നടക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു ക്ലൗഡിനകത്ത് ആയതുകൊണ്ട് ഒരുപാട് ഫാൻസ് മറ്റു ടീംസിന്റെ മാച്ചസ് കാണുന്നില്ല എന്നാണ് തോന്നുന്നത്. ഇന്നലെ ചെൽസിന്റെ മാച്ച് ആരും കണ്ടില്ല എന്ന് വിചാരിക്കുന്നു. കാരണം നമ്മുടെ മാച്ചിന്റെ ഇടയിൽ പോയിട്ട് ചെൽസിന്റെ മാച്ച് കാണേണ്ട ആവശ്യം നമുക്കില്ല. അപ്പോ ചെക്ക് ചെയ്തായിരുന്നു. ഫസ്റ്റ് ഹാഫ് 1-0 ലീഡ് ഉണ്ടായിരുന്നു. എന്തായാലും അവർ ജയിച്ചു എന്ന് വിചാരിച്ചു. ഫുൾ ടൈം കഴിഞ്ഞൊന്ന് എടുത്തു നോക്കിയപ്പോ തോറ്റു. അത് പ്രതീക്ഷിച്ചില്ല അങ്ങനെ. അപ്പൊ ബാക്കി ഇന്നത്തെ മെഡ്രിഡ് സിറ്റി നമ്മൾ അതിന്റെ പ്രിവ്യൂ ചെയ്തിട്ടുണ്ട്. ലെറ്റ്സ് സേ ഇറ്റ് വിൽ ബി എ ഗുഡ് ഗെയിം അല്ലേ. we'll move on to Premier League only. Brighton next game ഓപ്പൺ ഗെയിം ആയിരിക്കും. ബ്രൈറ്റൺ പ്ലേ വെരി ഓപ്പൺ. ഒരു അപ്പ് ആൻഡ് ഡൗൺ ടീമാണ്. നമുക്ക് you don't know what to expect from Brighton അല്ലേ. ബ്രൈറ്റൺ ചില some days they're extremely good, some days they're abysmal. Let us again start with the team lineup. ആലിസൺ ഓഫ് കോഴ്സ്, ബ്രാഡ്ലി കളിക്കാൻ പറ്റില്ല. എല്ലാവരുടെയും ടെൻഷൻ അതായത് വാൻഡൈക്ക് കളിക്കോ ഇല്ലയോ എന്നുള്ളതാണ്. അതാണ് കളിക്കാൻ വേറെ ഓപ്ഷൻ വേറെ ആര് കളിക്കാനാ? റൈസ് വില്യംസ്, ബ്രാഡ്ലി ഇല്ല. ഫ്രിംപോങ് എത്തിയിട്ടില്ല എന്നാണ് എന്റെ വിശ്വാസം. എത്തിയിട്ടില്ല. ഐ മീൻ ട്രെയിൻ ചെയ്യുന്നുണ്ട്, ബട്ട് ഐ ഡോണ്ട് തിങ്ക് ഹീസ് മാച്ച് ഫിറ്റ് യെറ്റ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഗോമസ്, കൊണാട്ടെ, VVD, കെർക്കസ്, ഗ്രാവൻബർച്ച്, സൊബോസ്ലൈ, വേർഡ്സ് കളിക്കും, എക്കിറ്റിക്കെ കളിക്കും, ഇസാക്ക് കളിക്കണം, വേറെ വഴിയില്ല. പിന്നെ ആകെ ഒരു ഓപ്ഷൻ ഉള്ളത് മെക്കാലിസ്റ്റർ വേഴ്സസ് ജോൺസ്. ഓൺ മെറിറ്റ് റൈറ്റ് നൗ ഇസ് ജോൺസ്. നോ ഡൗട്ട്. അത് മാത്രമേ ഉള്ളൂ ഓപ്ഷൻ എന്ന് നോക്കാൻ മാത്രം. അതൊക്കെ തന്നെ ഉള്ളൂ. ഇനിയിപ്പോ കേസ വന്നിട്ടുണ്ടെങ്കിൽ വേണമെങ്കിൽ കളിക്കാം, പക്ഷെ കളിപ്പിക്കൂല. ഇസാക്ക് ബാക്ക് ടു ബാക്ക് കളിക്കോ? വേറെ ആര്? റിയോ? No, I feel there is a chance that Wirtz and Ekitike may start up front. Second striker. Wirtz as a second striker. And hunch I don't know if both of them are fit. Ekitike and Isak will play, but I think
it could be a much more dynamic, even if it is Isak in words or Ekitike in words. I think it'll be a much more big man, small man, പഴയ ഒരു ഇതില്ലേ. I think it could work with Jones, Szoboszlai, McAllister and Gravenberch midfield. Will give us numbers in the midfield. ഗോൾ അടിക്കാൻ എക്കിറ്റിക്ക് ഒറ്റക്ക് ഇത് അടിക്കേണ്ടി വരും ഇല്ലെങ്കിൽ ഹൂവർ ഇസ് പ്ലേയിങ്. എനിക്ക് തോന്നുന്നില്ല ഇസാക്ക് നേരത്തെ സബ് ചെയ്തിരുന്നു അല്ലേ, ഒരുപാട് മിനിറ്റ്സ് കളിച്ചിട്ടില്ല. ഇസാക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യും. എക്കിറ്റിക്കയും തിരിച്ച് വന്നു തുടങ്ങി, ആ ഫിറ്റ്നസ് ഒക്കെ പ്രോപ്പർ. അത് കുറെ കാലമൊന്നും പുറത്ത് അങ്ങനെ മിനിറ്റ്സിന്റെ ആ പ്രശ്നം വരുന്നില്ല. എക്കിറ്റിക്ക ഈസ് റെഡി ടു പ്ലേ അഗെയിൻ. ഒരു 60-70 മിനിറ്റ്സ് എന്തായാലും കളിക്കുകയും ചെയ്യും. അപ്പൊ അവര് തന്നെ സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഫ്രണ്ട് ടു അവര് തന്നെയായിരിക്കും. ഈ പറഞ്ഞ പോലെ കേർട്ടിസ്, മക്കാലിസ്റ്റർ ആ ഒരു കാര്യം മാത്രമേ തീരുമാനിക്കാനുള്ളൂ. ബാക്കിയൊക്കെ ടീം സെയിം തന്നെയായിരിക്കും. വേറെ വ്യത്യാസമൊന്നും വരാൻ ചാൻസ് ഇല്ല. പിന്നെ ഗാക്പോന്റെ ഇഞ്ചുറി എത്ര സീരിയസ് ആയിരുന്നു എന്നുള്ളതാണ്. ഗാക്പോ തിരിച്ചു വരുമോ? 2 weeks ഔട്ട് ആണ്. അപ്പൊ ഗാക്പോ ഇല്ല, 2-3 ആഴ്ച പുറത്തുണ്ടാവും. അതെ വലത്തെ ഭാഗത്തൊക്കെ ആയിരിക്കില്ലേ കുറച്ച് തേയ്മാനം കൂടുതൽ. അതെ. പിന്നെ കേർക്കസ് റോബർട്ട്സൺ ഒരു ഇതാണ്. കേർക്കസ് ആണോ റോബർട്ട്സൺ ആണോ കളിക്കുക എന്നുള്ളതാണ്. റോബർട്ട്സൺ വീണ്ടും ഒരു അതെ. അപ്പൊ വേറെ when Frimpong or Bradley becomes available again, I would love to see Gomez now he has rhythm to play instead of Konate. നമ്മുടെ ലീഗ് അടിച്ച കോമ്പിനേഷൻ ആണ് ഗോമേസ് വാൻ ഡൈക്ക്. ആ സെന്റർ ബാക്ക് ആയിട്ട് ഗോമേസ് കൊണാട്ടയ്ക്ക് പകരം കുറച്ച് മാച്ചസ് കളിച്ചാൽ കൊള്ളാം എന്ന് എനിക്കുണ്ട്. ഇതിപ്പോ പറയുന്നത് ഗോമസ് റൈറ്റ് ബാക്ക് കളിപ്പിച്ചുകൊണ്ട് ഒരു സെന്റർ ബാക്ക് ഫിഗർ അവിടെ ഉണ്ട്. മേ ബി ആ സൈഡിൽ ലെഫ്റ്റ് ബാക്ക് ഓവർലാപ്പ് ചെയ്ത് പോയാലും ദേ ക്യാൻ ഫോം എ ബാക്ക് 3. നമ്മൾ സെന്റർ ബാക്ക് ഡിഫെൻഡ് ചെയ്യുന്ന പോലെ ആയിരിക്കില്ല വിങ് ബാക്സ് ഡിഫെൻഡ് ചെയ്യുന്നത്. സോ ഒരു സെന്റർ ബാക്ക് ഹു ക്യാൻ പ്ലേ റൈറ്റ് ബാക്ക് എന്ന് പറയുമ്പോൾ ആ ഡിഫെൻസീവ് സെറ്റപ്പ് നല്ലതായിരിക്കും. ലൈക് 3 CB അറ്റ് ദ ബാക്ക് എന്ന് പറയുമ്പോൾ ഒരു CBയുടെ എന്താ പറയാ ടാലന്റ് പറയാം. മേ ബി ആദ്യം ഇപ്പൊ പറയുന്നത് വി ഹാവ് ടു ഗെറ്റ് ദ റിസൾട്ട്സ്, അതല്ലേ മെയിൻ ആയിട്ട്. സോ അതിനുവേണ്ടി ഏത് മാനേജറും അങ്ങനെയല്ലേ കളിപ്പിക്കുള്ളൂ. കുറച്ച് എന്താ പറയാ കോൺഷ്യസ് ആയിട്ട് കൺസിഡർ ചെയ്യാതെ കളിക്കുന്നതാണ് ഏറ്റവും. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ മൊത്തം സെറ്റപ്പ് തന്നെ അതാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഏതെങ്കിലും ഒരു 2 പ്ലെയർ പ്രസ് ഇനിഷ്യേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കത് എഫക്റ്റീവ് അല്ലായിട്ട് തോന്നുന്നത് അതുകൊണ്ടാണ്. അങ്ങനെ കൺസർവേറ്റീവ് ആയിട്ട് കളിക്കുന്നതുകൊണ്ടാണ് അത് നമുക്ക് പറ്റാത്തത്. സോ ഗോമസ് കളിക്കുന്നതാണ് ബെറ്റർ ഇപ്പോഴേക്ക്. പിന്നീട് നമുക്ക് ഫ്രിംപോങ് ഒക്കെ ഫിറ്റ് ആകുമ്പോൾ പകുതി അവരുടെ മിനിറ്റ്സും ഇങ്ങനെ പകുതി കൂട്ടി ഇപ്പോ മേ ബി നെക്സ്റ്റ് ഗെയിമിൽ ബ്രാഡ്ലിയുടെ മിനിറ്റ്സ് കുറച്ചുകൂടെ കൂടുന്നു പ്രതീക്ഷിക്കും. സോ ഗോമസ് തന്നെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. സുദീപ് പറഞ്ഞ പോലെ എക്കിറ്റിക്ക ആൻഡ് ഐസക് വിൽ ബി എഫക്റ്റീവ് വൺസ് യു പ്ലേ വേർഡ്സ് ഡൗൺ ദ ബിഹൈൻഡ് ദം. സോ അതുകൊണ്ട് ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ് ആക്ച്വലി. സോ നമുക്ക് കളി ഇന്നലെ കണ്ടായിരുന്നു, വേർഡ്സ് വന്ന പിന്നെ കളി ആകെ മാറി. സോ ഇറ്റ് ലുക്സ് ഇൻ ഗുഡ് ടച്ച് ആക്ച്വലി. സോ മേ ബി മെക്കാലിസ്റ്ററിന് പകരം ജോൺസ് കളിക്കായിരിക്കും ബെറ്റർ. സോ വിൽ ഗെറ്റ് ഇന്നലെ കുറെ റിസ്ക് പാസസ് ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ജോൺസ്. അതൊരു നല്ലൊരു ചാൻസ് ആയിട്ട് മാറി. സോ അതുകൊണ്ട് ജോൺസ് ഗ്രാവൻബർച്ച് സൊബോസ്ലൈ ദാറ്റ് വിൽ ബി ബെറ്റർ. ഈ മൂന്നും ഒരുവിധം മെക്കാലിസ്റ്ററിനെ വെച്ച് നോക്കുമ്പോൾ എത്രയോ മെച്ചാണ്. മേ ബി ഇൻ ഹിസ് ഡാർക്ക് പാസ് എന്ന് പറയാം മെക്കാലിസ്റ്റർ. മേ ബി ഓൺ എ ഗുഡ് ഡേ വിൽ ബി എ ഗ്രേറ്റ് പ്ലെയർ ആക്ച്വലി. കർത്തിസ് ജോൺ ഗണേശിന് ഇത് പറയുമ്പോൾ ഒരു ചെറിയ വിഷമമൊക്കെ ഉണ്ട്. അല്ല ഗണേശിനെ ഇത് പറയുമ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ട്. ഒരു അർജന്റീന ഫാനെ കുറിച്ച് ഇത്രയൊക്കെ പറയുമ്പോഴൊരു അതായത് ഞാനത് പറയണം. മെക്കാലിസ്റ്ററിനെ കുറിച്ച് നാട്ടുകാർക്ക്, എന്റെ നാട്ടിലുള്ളവർക്ക് ആർക്കും അറിയില്ല. അർജന്റീനക്കാരനാണെന്ന് പോലും ആർക്കും അറിയില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ബ്രൈറ്റണിൽ കളിക്കുമ്പോൾ ഞാൻ നാട്ടിലിങ്ങനെ കൂവി പറയും അർജന്റീനക്കാരനാണ്. അർജന്റീന ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ കളിക്കുന്ന ആരുടെയും അർജന്റീനയിൽ എടുക്കാറില്ല എന്നൊക്കെ പറയാം. ഇപ്പൊ ആൾക്കാർക്ക് അറിഞ്ഞു തുടങ്ങിയില്ലേ, അതിൽ വളരെ സന്തോഷമുണ്ട്. പറഞ്ഞ ശേഷമാണ് മെക്കാലിസ്റ്റർ ഡൗൺ ആയെന്നൊരു കുറച്ച് ആൾക്കാർ പറയുന്നത്. മാർച്ച് കഴിഞ്ഞിട്ട് പെർഫോമൻസ് ഇംപ്രൂവ് ആവായിരിക്കില്ലേ?
നോക്കാം. എനിവേ മറ്റ് മാച്ചസിൽ എന്താ പ്രഡിക്ഷൻ പറയുന്ന എന്താ അറിയോ ഇതിന്റെ പ്രശ്നം നമുക്ക് ഈ പ്രിവ്യൂവിനെ കുറിച്ച് ഇത് ഹൈ സ്കോറിംഗ് ഗെയിം ഞാൻ പ്രഡിക്ട് ചെയ്യുന്നത് മേ ബി നമ്മുടെ ഡിഫൻസീവ് ഷേപ്പ് കൈൻഡ് ഓഫ് ഗുഡ് നൗ മേ ബി 3-1 to Liverpool. This is my score line. 3-3. നമ്മള് 2-0 വിൻ, വീണ്ടും ക്ലീൻ ഷീറ്റ് കിട്ടും. 2-0 വിൻ തോന്നണില്ലേ? അവര് ബ്രൈറ്റൺ ബ്രൈറ്റൺ ആ കൺസിസ്റ്റൻസി കുറവാ. അവര് പറഞ്ഞ പോലെ ചില കളി നന്നായിട്ട് കളിക്കും, ചിലപ്പോ മോശമാവും. അങ്ങനെയാണ് അവർക്ക്. ഒന്നാമത് സ്ട്രൈക്കേഴ്സിന്റെ പ്രശ്നമുണ്ട്. കഴിഞ്ഞ 2 കളി മോശമായിരുന്നല്ലോ, പിന്നെ അടുത്ത 2 കളി ജയിക്കണല്ലോ. നമുക്ക് കൊനാട്ടയാണെങ്കിൽ അവർക്ക് വാൻഹക്കെ ഉണ്ട്, പേടിക്കണ്ട. But slot name checked Konate കഴിഞ്ഞ മാച്ച് കഴിഞ്ഞിട്ട് that he was really good and didn't step wrong. Probably all these players are going through something. മെക്കാലിസ്റ്റർ ഓൾസോ നമ്മൾ ഇത്രയും പറയുമ്പോഴും പുള്ളിക്ക് എന്തോ പേഴ്സണൽ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെന്നാ തോന്നണേ. എന്തൊക്കെയോ റൂമേഴ്സ് അവിടെ ഇവിടെയൊക്കെ കേൾക്കുന്നുണ്ട്. പുള്ളിയുടെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു ജോട്ടനെ കുറിച്ചും, അതിനകത്തും പറയുന്നുണ്ട് നമ്മൾ ഇപ്പൊ ഈ സ്ലോട്ട് ഔട്ട് കുറെ ഉണ്ടായിരുന്നു, അതുപോലെ സാറയുടെ കാര്യങ്ങൾ കുറെ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാ പ്ലേയേഴ്സും സ്ലോട്ടിന് ബാക്ക് ചെയ്യുന്നുണ്ട്. എല്ലാരും ഒന്ന് പറയുന്ന കേട്ടില്ലേ? ജോൺസ് പറഞ്ഞു, PVD പറഞ്ഞു, എല്ലാരും സ്ലോട്ടിന് ബാക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ സ്ലോട്ട് ഔട്ട് പറയുന്നതിന് കാര്യമില്ല. പ്ലേയേഴ്സിന്റെ സപ്പോർട്ടിങ് കളികൾ ജയിച്ചു തുടങ്ങിയ സ്ലോട്ട് ഔട്ട് പറയുന്നൊക്കെ ഓട്ടോമാറ്റിക്കായി നിൽക്കും. ഇപ്പം ഏത് പ്ലെയർ ആണെങ്കിലും ഏത് പ്ലെയർ വന്നാലും പോയാലും ഫാൻസ് ഇവൻച്വലി വാണ്ട് ടു സീ ദ ടീം വിൻ. when we talk about slot out or whether സലയുടെ ഇഷ്യൂസ് പറയുമ്പോൾ നാളെ സല കളിച്ചിട്ടും എല്ലാരും കളിച്ചിട്ട് സ്ലോട്ടിന്റെ പണി പോയാല് Salah or no player is going to come and say that no, he should not be sacked, we are responsible എന്ന് പറയില്ലല്ലോ. So Slot has to take a decision to save his job and his duty as a manager. Again, players പറഞ്ഞ പോലെ let's hope the Salah manager, director of football, Edwards, Hughes, Gordon, Henry, whoever solve this problem. It should not. He's one of our own. He's one of our best ever. So I think it has to be resolved in that manner. And I hope all the parties, Salah അടക്കം, സലയുടെ ഏജൻസും എല്ലാവരും അടക്കം ഈ ഒരു സോഷ്യൽ മീഡിയ ഇപ്പൊ കാരഗർ പറയുന്ന പോലത്തെ സാധനങ്ങൾ, ലോവറം പറയുന്ന പോലെ സാധനങ്ങൾ, ഇപ്പൊ സലയുടെ ടീംമേറ്റ്സ് എല്ലാവരും കൂടി സ്റ്റോറി ഇടുന്നത്, അതൊക്കെ ശരിക്കും ഒരു കോൺട്രാക്ട് നെഗോസിയേഷൻ പോലെ അല്ലല്ലോ ഇത്. ഇറ്റ്സ് കൈൻഡ് ഓഫ് ബിക്കമിങ് വെരി ഫാൻസ്. എനിക്കതാണ് ഏറ്റവും പ്രശ്നം. ലിവർപൂൾ ഫാൻസിനെ തന്നെ പല പല ചേരികളിലേക്ക്, ഞാൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, പല പല ചേരികളിലേക്കായി ഡിവൈഡായി പോകുന്ന ഒരവസ്ഥയാണ് ഇപ്പൊ കാണുന്നത്. And I hope by the next podcast everything will be resolved, and I hope it's resolved before he goes for AFCON. I hope. അല്ലെങ്കിൽ ഇതിങ്ങനെ കിടക്കും ഒരു ക്ലൗഡായിട്ട്. നമ്മുടെ ഈ കാരകറിനെ ഒന്ന് മിണ്ടാണ്ടിരിക്കാൻ കുറച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നമ്മുടെ പോഡ്കാസ്റ്റിലേക്ക് ഇൻവൈറ്റ് ചെയ്താലോ? അല്ല, എന്താ പ്രശ്നം നമുക്ക് തീർക്കാലോ. എനിവേ വിൽ ലുക്ക് ഇൻ ടു പ്രീമിയർ ലീഗ്. ഇപ്പൊ വെനസ്ഡേ ആയതുകൊണ്ട് ലോട്ട്സ് ഓഫ് ഡേയ്സ് ടു ഗോ. ടീം ന്യൂസ് ഒന്നും കൃത്യമായി നമുക്ക് അറിയില്ലെങ്കിൽ കൂടെ ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് പ്രീമിയർ ലീഗ്. ആർസണലിന് കൺഗ്രാറ്റ്സ്, യു ഓൾറെഡി വൺ ദ ഗെയിം. വുൾഫ്സ് ആണ്. ഏതെങ്കിലും ഒരു ക്ലബിന് ഡിഫോൾട്ട് വിൻ വരുന്ന ഒരു ഫിക്സ്ചർ. അതെ അതെ അതെ, അതൊരു മാനുഷിക പരിഗണന വെച്ചിട്ട് അവരെ ഇപ്പോഴേ റെലഗേറ്റ് ചെയ്യാവുന്നതാണ്. കാരണം അവരെ കൊണ്ട് ഇങ്ങനെ നമ്മള് ജിങ്സ് ചെയ്തെന്ന് പറയാ, അവര് പറയാൻ പറ്റില്ല. അല്ല, നമ്മള് ജിങ്സിന്റെ അല്ല, എന്ത് ജിങ്സ് ചെയ്താലും അവര് വാങ്ങിക്കോളും. ഈ യുണൈറ്റഡിന്റെ കൂടെ അവരൊരു ഗോൾ അടിച്ചപ്പോ തന്നെ അവർക്ക് തന്നെ അത്ഭുതവും. അതായത് നമ്മൾ ഗോൾ അടിച്ചു. ഇറ്റ്സ് എ വെരി സാഡ് സിറ്റുവേഷൻ. ഇറ്റ്സ് എ വെരി ഗുഡ് ക്ലബ്. നമ്മുടെ ടീംസ് അവിടെ ഇപ്പോഴും ഉണ്ട്. കിയാന ഹൂവർ അവൻ അവിടെ ഉണ്ട്. ഹി പ്ലേഡ് സ്റ്റാർട്ടഡ് ലാസ്റ്റ് ഗെയിം. ബട്ട് ഐ തിങ്ക് അഗെയിൻ ടു ദ ഫാൻസ്, നമ്മുടെ ഇപ്പൊ ഇത് കാണുന്ന മലയാളി വൂൾസ് ഫാൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അത് ഓണർഷിപ്പിന്റെ പ്രശ്നമാണ്. ആ ഏജൻസും ഓണേഴ്സും കൂടി കളിച്ച് അവിടെ നിന്ന് പോർച്ചുഗീസ് പ്ലേയേഴ്സിനെ ഇറക്കി അവിടെ മൊത്തം
it's a bad situation and feel bad for the fans actually. Because Wolves is a very good club anyway. So Arsenal's കാര്യം നമ്മൾ പറയേണ്ട കാര്യമില്ല. I think they'll win the game. So the match, there are Palace City. Now we have to look at City as genuine title contenders because they're one result away from leading. I think it will be a very, very good game. Palace, today they're playing against Madrid, but I think it is going to be tough. അതെ Yeah, നല്ല match ഗെയിംസ് ഉണ്ട്. പാലസ് സിറ്റി ഉണ്ട്, സണ്ടർലൻഡ് ന്യൂകാസ്റ്റൽ ഉണ്ട്, അതുപോലെ Game അല്ല, of the ഈ league. Palace City game എന്താണ് ഗണേശന്റെ പ്രൊഡിക്ഷൻ? ആ പാലസ് സിറ്റി ഗെയിം ലൈക്ക് രണ്ടും വെൽ ഡ്രിൽഡ് ആണ് ആക്ച്വലി. സിറ്റി ആണ് എന്താ പറയാ, ഒരു നല്ലൊരു ഫോമിലാണ് സിറ്റി ഉള്ളത്. മേ ബി ഇന്ന് നമുക്ക് അറിയാം, മേ ബി എനിക്ക് തോന്നുന്നത് മാഡ്രിഡിനെ തോൽപ്പിക്കുന്ന തോന്നുന്നത് ഈസി ആയിട്ട്. കൈൻഡ് ഓഫ് ഫോം ദേ ആർ ഇൻ. റൈറ്റ് ബാക്ക് ഇല്ല, ആൻഡ് ഡൊക്കൂടെ ഫോം നമുക്കറിയാം. സോ ഐ ഡോണ്ട് തിങ്ക് പാലസ് വിൽ ബി എ പ്രോബ്ലം ഫോർ സിറ്റി ആക്ച്വലി. പക്ഷെ മിഡ്ഫീൽഡ് ബാറ്റിൽ അതാണ് ഞാൻ അന്ന് തന്നെ ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞായിരുന്നു, കഴിഞ്ഞ ലൈക്ക് ലാസ്റ്റ് ഇയറിനെ പോലെ ആ മിഡ്ഫീൽഡ് ഡോമിനൻസ് സിറ്റിക്കില്ല. മേ ബി ഇപ്പൊ കറണ്ട് ഫോമിൽ പറയുകയാണെങ്കിൽ നല്ല മിഡ്ഫീൽഡ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് ക്രിസ്റ്റൽ പാലസ് ആണ്. ആഡം വാർട്ടൺ ഉണ്ട്. സോ അത് വെച്ച് നോക്കുമ്പോൾ മിഡ്ഫീൽഡ് ബാറ്റിൽ മേ ബി ദേ ക്യാൻ വിൻ. ആൻഡ് മറ്റേട്ട ഇസ് ഇൻ ഗുഡ് ടച്ച്. സോ ദേ മൈറ്റ് സ്കോർ ഗോൾസ് ബട്ട് സിറ്റി വിൽ വിൻ. ദാറ്റ്സ് മൈ പ്രഡിക്ഷൻ. ഹോം ഗെയിം അല്ല, എവേ ഗെയിം ആണല്ലേ? എവേ ഗെയിം ആണ്. ഐ എം ഗോയിങ് ഫോർ സിറ്റി വിൻ ആക്ച്വലി. സിറ്റി എന്തായാലും ജയിക്കും, ഉറപ്പായിട്ട് ജയിക്കും. പാലസ് ജയിക്കാനുള്ള സാധ്യത എനിക്ക് കാണും. പാലസ് അവർക്ക് ഇങ്ങനെയുള്ള മാച്ചുകൾ, സിറ്റി ആയിട്ടുള്ള മാച്ചൊക്കെ അവർ നന്നായിട്ട് കളിക്കാറുണ്ട് യൂഷ്വലി. സിറ്റി ആയിട്ടുള്ള ഇതിനു മുമ്പ് കഴിഞ്ഞ സീസണിലോ അതിനു മുമ്പൊക്കെ സിറ്റി ആയിട്ടുള്ള ഫിക്ചേഴ്സ് അവർക്ക് ജയിക്കാൻ പറ്റിയിട്ടില്ല. മറ്റേ കുറച്ച് കളിയായിട്ട് ഗോൾ അടിച്ചില്ല അവര്. മറ്റേ ബിഗ് ക്ലബ്സിന്റെ അടുത്ത് ഗോൾ അടിക്കുള്ളൂ എന്നുള്ളത്. ഇത് ഗോൾ അടിക്കുന്ന ഒരു മാച്ചായിട്ട് മാറാനുള്ള സാധ്യത എനിക്ക് തോന്നുന്നുണ്ട്. ഗോൾ എന്തായാലും കൺസിഡർ ചെയ്യാൻ സിറ്റി. ദേ ആർ നോട്ട് ടൈറ്റ് അറ്റ് ദ ബാക്ക്. ഗണേഷ് പറഞ്ഞ പോലെ തന്നെ മിഡ്ഫീൽഡും ആക്ച്വലി ദേ ആർ ലൈറ്റ്. Foden form has really helped them. Foden suddenly is looking like the player. ഒരു ഇൻഡിവിജ്വൽ പ്ലെയർ ആണ് അവിടെ ജയിക്കാൻ കാരണം. ഇത് അവിടെ ഉണ്ട്, അത് സ്റ്റിൽ ഇറ്റ്സ് ദെയർ. പക്ഷെ ടീം മൊത്തത്തിൽ നോക്കുമ്പോൾ ഡിഫെൻഡിങ് ഒന്നും പോരാ, അലമ്പാണ്. What about Chelsea Everton? ചെൽസി നമ്മളിങ്ങനെ ഇപ്പൊ 2 കളി തോറ്റ് വന്ന് നിൽക്കല്ലേ ഈശ്വര. എന്താവുന്ന ആർക്ക് തന്നെ അറിയില്ല, അവർക്ക് തന്നെ ഒരു പിടുത്തില്ല. ചെൽസിയുടെ കേസ് വെച്ച് നോക്കുമ്പോൾ അവർ 2 കളി തോറ്റ് കഴിഞ്ഞതാണ്. അപ്പൊ they have to win the next one. കളി കഴിഞ്ഞിട്ട് പറയാന്ന് പറയും. We are now at a stage where നമ്മൾ 2 പോഡ്കാസ്റ്റ് മുന്നേ പറഞ്ഞു Chelsea are having a lot of injuries, right? ഒരുപാട് തിരിച്ചു വന്നില്ലേ പലരും? Like തിരിച്ചു we are now at a stage where if Club World Cupന്റെ ഇഞ്ചുറീസ് ഇമ്പാക്ട് തുടങ്ങാനുള്ള ടൈമായി. കാരണം ആക്ച്വലി ഇഫ് യു ലുക്ക് അറ്റ് ഇറ്റ്, സിറ്റി ആൻഡ് ചെൽസി, Madrid, they have not had a break. They have been playing. ചെൽസിയുടെ ഇഞ്ചറി എന്ന് പറയുമ്പോൾ ഡിലാപ്പിന്റെ ഇഞ്ചറി ചോദിച്ചു മേടിച്ചാണ്. ഞാൻ അർജന്റീന ഫാനാണ്, എനിക്കറിയാം സെനേസി എങ്ങനെ കളിക്കുന്നത്. സെനേസിക്ക് ഒരെണ്ണം കൊടുത്തു, ചെറിയ വട കൊടുത്തു, വലിയ വട മേടിച്ചു. വേണം പറഞ്ഞു. അതായത് നമ്മൾ ആ റാമോസ് സാല ലെവൽ ഫൗൾ ആയിരുന്നു. എന്തായാലും എനിക്ക് ചെയ്യുന്ന അറിയാം. എന്താ പറയാ, ഒരു റിവെഞ്ച് എടുത്ത പോലെയാണ് ചെയ്തത്. സോ അത് ചോദിച്ചു മേടിച്ച ഇഞ്ചറിയാണ്. ചെൽസിയുടെ വേറെ ഇൻട്രസ്റ്റിംഗ് ഇതുണ്ട്, ഒരുപാട് ചേഞ്ചുകൾ വരുത്തിയിട്ടുണ്ട് ടീമിലെ. സ്ഥിരമായിട്ട് ഒരു ലൈനപ്പ് അല്ല, അവരെല്ലാ മാച്ചും മാറി 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 മാറി. അപ്പൊ മരസ്ക ടീമിൽ എത്ര അധികം മാറ്റങ്ങൾ വരുത്തി കളിക്കുന്ന ഒരു ഇതാണെന്നുള്ള ഒരു ഏറ്റവും കൂടുതൽ ഈ പ്രീമിയർ ലീഗിൽ ഇത്തവണ ഏറ്റവും കൂടുതൽ ചേഞ്ചസ് ലൈനപ്പിൽ വരുത്തിയിട്ടുള്ള ആളാണ് മരസ്ക. അത് ഇഞ്ചുറീസ് അതിലൊരു കാരണമായിരിക്കാം. മാറി 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 വരുന്നതാണ് മരസ്ക. എനിവേ ഒന്നിൽ കൂടുതൽ പ്ലേയേഴ്സ് ഒരേ പൊസിഷനിൽ ഉള്ളതുകൊണ്ടാണ്, 2-3 പ്ലേയേഴ്സ് ഒരേ പൊസിഷനിൽ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ പ്രശ്നം വരുന്നത്. ലെഫ്റ്റ് വിങ്ങിൽ കുറെ ഉണ്ട് ആൾക്കാരുണ്ട്, റൈറ്റ് വിങ് കുറെ ആൾക്കാരുണ്ട്, സ്ട്രൈക്കർ കുറെ. ഇങ്ങനെ കാർഡ് ഷഫിൾ ചെയ്യുന്ന പോലെ ആരെങ്കിലൊക്കെ ഇറക്കി വിടുക. അവിടെയാണ് സ്ലോട്ടിന്റെ വിജയം. ഒരേ ആളിനെ ഇറക്കുന്നതാ, ഗ്യാക്പനെ ഇറക്കുന്നതാ, വേറെ ആരുമില്ല. അതെ. പിന്നെ ഈ മാച്ച് കഴിഞ്ഞ് നമ്മൾ ഈ ഫിക്സ്ചേഴ്സ് നോക്കുമ്പോ ഈ ഗെയിം വീക്കിലെ മെയിൻ ഫിക്സ്ചർ ഇതൊന്നുമല്ല. നേരത്തെ ഗണേശ് സൂചിപ്പിച്ച ഒരു ഫിക്സ്ചറാ, സണ്ടർലാൻഡ് ന്യൂകാസിൽ.
ന്യൂകാസിൽ അതൊരു ഡെർബിയാണ്. അടിപൊളിയായിരിക്കും. അത് പണ്ട് ഭയങ്കര വാശിയുള്ള ഡെർബിയാണ്. രണ്ട് ടീമാണെങ്കിൽ നന്നായിട്ട് നിൽക്കുന്ന ഒരു അടിയും റെഡ് കാർഡ് ഒക്കെ ഉള്ള സമയമാണ്. നല്ല ഗെയിമാണ്. ഞാൻ വാശിയുള്ള അതുപോലെ എക്സ്പെക്ട് മത്സരമായിരിക്കും. ചെയ്യുന്നു. അടിയൊക്കെ നല്ല ഉണ്ടാവും. അതാണ് രസമുള്ള waiting ആണ്. മാച്ചായിരിക്കും. നല്ല രസമുണ്ട് ഈ ഷാക്ക വേഴ്സസ് എന്താ പറയാ ജോലിൻടൺ. അതൊരു എത്ര റെഡ് കാർഡ് ഉണ്ടാവും? അതാ ഞാനതാ പറഞ്ഞ റെഡ് കാർഡ് അടി. അതിനു വേണ്ടി ഞാൻ വെയിറ്റിംഗ് ആണ് ആക്ച്വലി. എത്ര ഒന്നും അറിയില്ല. ഞാൻ എക്സ്പെക്ട് ചെയ്യുന്ന രണ്ട് ടീമും രണ്ട് ടീമിൽ ഓരോന്നും കിട്ടും ഉറപ്പാണ്. യുണൈറ്റഡ് ആർ പ്ലേയിങ് ബോൺമത്ത്. യുണൈറ്റഡിന്റെ ഫാൻസിനെ കാണുന്ന യുണൈറ്റഡ് ഫാൻസ് ഉണ്ടെങ്കിൽ എന്താ നിങ്ങളുടെ അവസ്ഥ? കളിക്കുന്ന ഗെയിം അല്ല. യുണൈറ്റഡിന്റെ മാച്ച് എപ്പോഴൊക്കെയാണ് ട്യൂസ്ഡേ നൈറ്റ്, വെനസ്ഡേ, മറ്റേ അവർക്ക് ചാമ്പ്യൻസ് ലീഗ് ഇല്ലാത്തതുകൊണ്ട് എല്ലാ മാച്ചും മൺഡേ നൈറ്റ് 1:30. എല്ലാ മാച്ചും മൺഡേ നൈറ്റ്. അപ്പൊ അവര് ആ ഒരു വൈബ് കിട്ടിക്കൊണ്ടേ പറഞ്ഞിട്ടായിരിക്കും മേ ബി ഈ ഡേ ലൈറ്റ് സേവിംഗ് ഒക്കെ ആയിട്ട് ആ ഒരു വൈബ് കിട്ടട്ടെ എന്ന് പറഞ്ഞിട്ടായിരിക്കും. കാരണം പ്രത്യേകിച്ച് അവർക്ക് ഇത്രയും ഏഷ്യൻ ഫാൻ ബേസ് ഉള്ളപ്പോ എല്ലാ മാച്ച് കൊണ്ടുപോയി രാത്രി 3:30ക്കും 4:30ക്കും വെച്ചിട്ട് എപ്പോഴും FPL എടുത്ത് നോക്കുമ്പോ കാണാൻ യുണൈറ്റഡ് ഫാൻസ് മാച്ച് കഴിഞ്ഞിട്ടില്ല. അവർക്ക് രാത്രി മാച്ച് ഉണ്ട്. അങ്ങനെയാണ്. അപ്പോ ഒരു വീക്കെൻഡിന്റെ രസം തന്നെ പോകും യുണൈറ്റഡ് ഫാൻസിന്റെ. യു ക്യാൻ കമന്റ്. ഓക്കെ, എന്താ നിങ്ങളുടെ എന്തെങ്കിലും? കാരണം ഈ വീക്കെൻഡ് ദേ ആർ പ്ലേയിങ് അഗൈൻ ഓൺ മൺഡേ നൈറ്റ്. അതെ, നെക്സ്റ്റ് വീക്കെൻഡ് അവർക്ക് സൺഡേ, അതുകൊണ്ട് കുഴപ്പമില്ല. അത് കഴിഞ്ഞ് വീണ്ടും കുറിച്ച് പറഞ്ഞിട്ടില്ല. ലൈക്ക് ആക്ച്വലി ബോൺമൗത്ത് യുണൈറ്റഡ് നല്ല ഗെയിം ആയിരിക്കും. ആക്ച്വലി നമ്മള് ബാക്കിയുള്ള ഗെയിം പോലെ തന്നെ ആയിരിക്കും നല്ല ഗെയിം. ബോൺമൗത്ത് ഈസ് ഡൗൺ അപ്പ്. ലാസ്റ്റ് ഗെയിം അവർ ജയിച്ചു അല്ലേ? ഡ്രോ ആയി ചെൽസിയുടെ ആക്ച്വലി ആ സ്ട്രൈക്കർ മിസ്, ഇവാനിൽസന്റെ മിസ് സുഖമായിട്ട് ജയിക്കായിരുന്നു. I think we talked about all the matches. നമുക്ക് ലാലിഗയെ കുറിച്ച് കുറച്ചും കൂടി സംസാരിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ നമുക്ക് അടുത്ത എപ്പിസോഡ് വല്ലതും നോക്കാം. ചാബിയുടെ അവസ്ഥ നോക്കിയിട്ട് ഐ തിങ്ക് അറിയാലോ. കാരണം ജാബിയുടെ ഫ്യൂച്ചറും നമ്മുടെ ഫ്യൂച്ചറും തമ്മിൽ എവിടെയോ ഒരു ബന്ധമുണ്ട്. കാരണം ആക്ച്വലി ജാബി ഇഫ് ഹി ഗെറ്റ്സ് സാക്ഡ് പുട്സ് എ ലോട്ട് ഓഫ് പ്രഷർ ഓൺ സ്ലോട്ട് ആക്ച്വലി that he is available. അല്ല, അവിടെ ഒരു എപ്പോഴും ആ ഒരു സാധനമില്ല. അതായത് ഒരാൾ വെറുതെ ഇരിക്കുമ്പോ ഒരു there is an option and we looked at Xabi. Actually we looked at Xabi. So anyway, നമ്മൾ അതിലേക്കൊന്നും പോണ്ട. And I hope everything will be resolved. നമ്മുടെ സിറ്റുവേഷൻ എല്ലാം റിസോൾവ് ആയി കളി ജയിച്ച് നമുക്ക് ഈ വീക്കെൻഡും കൂടി ജയിച്ചു കഴിഞ്ഞാൽ വിൽ ബി വെരി ക്ലോസ് ടു ടോപ്പ് 5. അത് മെല്ലെ ടോപ്പ് 4ലേക്ക് കയറി. എന്താണ് വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? സുദീപിന് വേണമെങ്കിൽ നമ്മുടെ ഫാൻസിനെ, കേരള റെഡ്സിന്റെ പ്രസിഡന്റ് എന്ന രീതിയിൽ ഫാൻസിനോട് ഒരു ഒത്തൊരുമയോടും സംയമനത്തോടും കൂടി. വേണ്ട എല്ലാവരുടെ അഭിപ്രായങ്ങളൊക്കെ ആയിട്ട് നിൽക്കട്ടെ. കാര്യങ്ങൾ ഇപ്പൊ റിസോൾവ് ആവും, വലിയ താമസമില്ല. എന്റെ എന്താണ് ഉണ്ടാവണേന്ന് നമുക്ക് അറിയാൻ പറ്റും ഉടനെ. പല കാര്യങ്ങളും ഇപ്പൊ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ ഒരു പ്രൊഡിക്ഷൻ ഗണേശ സ്ഥല നിൽക്കോ? ഇതിപ്പോ സത്യം എന്താ പറയാ, എന്ത് നടക്കുന്നു പറഞ്ഞോ അതാ നമ്മുടെ ആഗ്രഹം പറഞ്ഞാൽ മതിയോ? നിനക്കെന്താ തോന്നുന്നത് ഒറ്റ വാക്കിൽ? ഇന്നർ ഔട്ട്? Salah should stay sure. Somehow he should fight for his place. Yeah, Salah should stay. ആഗ്രഹം, പക്ഷെ reality would be he's out. He looks more out than in. പണ്ടേ ഔട്ടാണ്. അതെ, സല നിക്കോ പോവാന്നാണല്ലോ. അല്ല, സല നിക്കോ പോവാന്നാണല്ലോ ചോദിച്ചേ. സല ബെഞ്ചില് ഇരിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാ. അപ്പൊ നിന്നു. ആദ്യം ബെഞ്ചിലിരുന്ന് മാച്ച് ടീമിലുണ്ടായിരുന്നു, ബെഞ്ചിലിരുന്നു. ഇപ്പൊ ബെഞ്ചിൽ നിന്ന് എഴുന്നേറ്റു പോയി. അതാണ്. Okay, so let's wrap it up and let's meet again on Monday. We'll do a live mostly, depending on the situation at hand. അതെ, ആരെങ്കിലും പ്രസ് കോൺഫറൻസ് വിളിച്ചാൽ വരുന്നതാണ്. അതെ. Okay then, bye. Okay, bye.